ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റർ ചേസ് ജോസഫ് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ വീഡിയോയുടെ കണ്ടിട്ട് ഇന്ന് രണ്ടാമത്തെ ഭാഗം എടുക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വ്യക്തിയായി പല സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ദുഃഖിക്കുന്ന വ്യക്തിയായി കാണുന്നുണ്ട്, ദൈവത്തെ വ്യക്തിയായി കാണുന്നുണ്ട്. അതിനകത്ത് പിന്നെ വലിയ സംശയമില്ല. ഈ മൂന്ന് രീതിയിലും ദൈവത്തെ നമ്മൾ ബൈബിളിൽ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ആ ഉപദേശത്തെ നിർവചിക്കാൻ വേണ്ടി തൃത്വം അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. പക്ഷെ ഈ ഉപദേശം അതങ്ങനെ തന്നെ സ്വീകരിച്ചേ പറ്റും. കാരണം എല്ലാം നമുക്ക് മനസ്സിലാകണം നിർബന്ധമില്ല. എന്നാൽ ഏറ്റവും ലോജിക്കലായിട്ട്, ഏറ്റവും യുക്തിസഹമായിട്ട് ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുവാൻ ഈ തൃത്വോപദേശത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനുഷ്യന്റെ ഒരു ലോജിക്കല്ല, ദൈവം എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ആ ഇൻഫിനിറ്റ് ദൈവത്തിനെ ഒരു വ്യക്തിയായി കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരു സിംഗുലർ വ്യക്തിയായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. ദൈവം എന്ന നിർവചനത്തിൽ, ദൈവം എന്ന വാക്കിന്റെ നിർവചനത്തിൽ തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അതൊന്നും മനസ്സിലാക്കിയാൽ നമ്മൾ അധികം തർക്കത്തിന് മുതിരുകയില്ല. അപ്പോൾ തൃത്വത്തെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, തൃത്വം എന്ന ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? ദൈവം മൂന്ന് വ്യക്തികളായി നിലകൊള്ളുന്നു. ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് തൃത്വോപദേശം. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവത്തെ മൂന്നായി വിഭജിച്ച് കിട്ടുന്നതല്ല തൃത്വം എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ പൂർണ്ണ ദൈവം തന്നെയാണ്. പിതാവ് എന്ന് പറയുമ്പോൾ പൂർണ്ണ ദൈവമാണ്. ഒരു ദൈവത്തിന്റെ മൂന്നിലൊന്നല്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് തൃത്വോപദേശത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ദൈവത്വത്തിലോ സ്വഭാവ ഗുണങ്ങളിലോ, നമ്മൾ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വഭാവ ഗുണങ്ങളിലോ പ്രകൃതത്തിലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്തെല്ലാമാണോ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, അതെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തന്നെയാണ്. ഇനി എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ വ്യക്തിയും പരസ്പരം ഇടപെടുന്ന രീതിയും സൃഷ്ടിയും വീണ്ടെടുപ്പും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, നമ്മളുമായി സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ തൃത്വം എങ്ങനെ ഇടപെടുന്നു, ആ ഓരോ വ്യക്തിയും എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം. വീഡിയോ എല്ലാവരും കണ്ടു കാണും, എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിശ്ചയമായിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. ഇനി അദ്ദേഹം പറയുന്നത് സമതുല്യരായ, അല്ലെങ്കിൽ പുത്രൻ, പിതാവ്, പരിശുദ്ധാത്മാവ് തുല്യരായ വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇനി അദ്ദേഹം അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ വിടർത്താൻ ഒക്കത്തില്ലെന്നാണ് പറയുന്നത്. വിടർത്തിയാൽ എന്ത് സംഭവിക്കും? മൂന്നും ദൈവങ്ങളായി മാറും. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് പിതാവിന് ദൈവത്വമുണ്ട്, പുത്രന് ദൈവത്വമുണ്ട്, പരിശുദ്ധാത്മാവിനും ദൈവത്വമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എത്ര ദൈവങ്ങളുണ്ട്? 3 ദൈവങ്ങളുണ്ട്. വളരെ വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം അത് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഉറപ്പായ കാര്യം തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന, അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തുല്യത എന്നുള്ള വിഷയത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദൈവം എന്താണ്? സമവേദ്യരായ 3 വ്യക്തികളാണ്, അല്ലെ? ദൈവം ഒന്നേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് 3 പേരാകുന്നത്? അതിനിടയ്ക്ക് തന്നെ പറയുന്നത് ദൈവം ഒരാളെ ഉള്ളെന്ന് പറയുന്നു. അതുപോലെ തന്നെ 3 പേരുണ്ട്, നിശ്ചയമായിട്ടും 3 പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു വചന വിരുദ്ധം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി സമനിധ്യരായ മൂന്ന് വ്യക്തികളെ കുറിച്ച്, അല്ലെ? എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ട്രിനിറ്റി ഒന്നുമില്ല. സത്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? തൃത്വം എന്ന സിദ്ധാന്തമാണ് അവിടെ പറയുന്നത്. ദൈവത്തെ അളക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന സിദ്ധാന്തം ഏത് തന്നെയാണ്? ട്രിനിറ്റി എന്ന് തന്നെയാണ്. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ട്രിനിറ്റി എന്ന് പറയുന്ന സിദ്ധാന്തം എടുത്തിട്ടാണ് അദ്ദേഹം അതിനെ എന്ത് ചെയ്യുന്നത്? മാനദണ്ഡമായി ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തെ അളക്കുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ നമ്മള് ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ്? സമനിധ്യരായ 3 വ്യക്തികളാണെന്ന് ആര് വിശ്വസിക്കുന്നു? അദ്ദേഹം പിടിച്ചിരിക്കുന്ന ആ ഒരു സിദ്ധാന്തവും ഇതിൽ പറയുന്നത് എന്താണ്?
മൂന്ന് വ്യക്തികൾ, തുല്യരായ മൂന്ന് വ്യക്തികൾ എന്ന് അവർ വിശ്വസിക്കുകയാണ്. തന്മൂലം എന്താണ്? ദൈവം പുത്രൻ പിതാവിന് തുല്യനാണെന്ന് അവർ പഠിപ്പിക്കുന്നു, അല്ലെ? അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് തുല്യനായ രണ്ടു വിധത്തിൽ. അത് അവർക്ക് പോലും അറിയത്തില്ല, ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് എന്താ പറയുന്നത്, രണ്ടു പേരുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോ ബൈബിൾ പറയുന്നത് എന്താണ്? നാം പരിശോധിക്കുമ്പോൾ ദൈവം എന്താണ്? ദൈവം ഏകനാണ്, ഒരുവനാണ്, ഒരുത്തൻ മാത്രമാണ് ഏക സത്യദൈവം. പിതാവായ ഏക ദൈവമല്ലാതെ ദൈവം വ്യക്തിയെന്നോ ദൈവത്തിൽ വ്യക്തികളുണ്ടെന്നോ ബൈബിളിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല വ്യക്തികളാണെന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അല്ലേ? കമ്പാർട്ട്മെന്റുകളാണെന്ന് അദ്ദേഹം അതിനിടയ്ക്ക് പറയുന്നു, വ്യത്യസ്തമായ കമ്പാർട്ടുകളാണെന്ന് പറയുന്നത് ദുരുപദേശമാണ്. അത് ദുരുപദേശമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മൂന്ന് ദൈവങ്ങൾക്ക് ദുരുപദേശമല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മൂന്ന് ദൈവങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞത്, മൂന്ന് പേർക്കും ദൈവത്വമുണ്ട്, മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞതും എന്താണ്? ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത ദുരുപദേശമല്ലേ അദ്ദേഹം പറഞ്ഞത്? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ദൈവത്തിൽ വ്യക്തികളുണ്ടോ എന്ന് ബൈബിളിൽ നമ്മൾ ഒരിടത്തും പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല, അല്ലെ? ദൈവപുത്രൻ പിതാവിന് തുല്യനായെന്ന് ബൈബിൾ പറയുന്നില്ല, ദൈവവചനം അങ്ങനെയും പറയുന്നില്ല. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ഇത് കിട്ടി? അപ്പോൾ ഇതൊരു തൃത്വ സിദ്ധാന്തമാണ്. അതായത് വേറൊന്നുമില്ല, മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ്. അതെടുത്തിട്ടാണ് അദ്ദേഹം യൂട്യൂബിൽ വന്നിങ്ങനെ പറയുന്നത്. അതാണ് അതിനകത്തെ പ്രധാനമായ സത്യം. ദൈവപുത്രൻ പിതാവിന് തുല്യനാണെന്ന് ബൈബിൾ ദൈവവചനത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ്. പുത്രൻ ദൈവത്തിൽ നിന്ന് ജനിച്ച സത്യദൈവമാണെന്ന് തൃത്വവിശ്വാസത്തിൽ, അതാണ് നിക്യ വിശ്വാസ പ്രമാണത്തിലാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പൊ നിക്യയാണ് അദ്ദേഹം പ്രധാനമായും മാനദണ്ഡമായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സാംകുട്ടി പാസ്റ്ററെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെന്താണ് ഹാഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിക്യയിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മള് മറ്റ് സഭകളിൽ, അതായത് കത്തോലിക്ക മുതൽ അതായത് മർത്തോമ വരെയുള്ള സഭകളിൽ നിക്യാവിശ്വാസം ചൊല്ലുന്നുണ്ട്. അപ്പൊ ആ നിക്യാവിശ്വാസം അതുപോലെ തന്നെ വിട്ടുകളയാതെയാണ് ഇവരൊക്കെ ബെന്തിക്കോസിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അത് കളഞ്ഞിട്ടില്ല, അത് അവർ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് പുത്രൻ സത്യദൈവത്തിൽ നിന്ന് ജനിച്ച സത്യദൈവമാണെന്ന് അവർ വിശ്വസിക്കും. സത്യദൈവത്തിൽ നിന്ന് ജനിച്ച സത്യദൈവം. അപ്പൊ എത്ര ദൈവമായി? രണ്ടാമതൊരു ദൈവം കൂടി ഉണ്ട്. അതായത് ഒരു ജനിപ്പിച്ച ഒരു സത്യദൈവമുണ്ട്, ഒരു ജനിച്ച ഒരു സത്യദൈവമുണ്ട്, പുറപ്പെട്ട സത്യദൈവമുണ്ട്. ഇത് വല്ലതും എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ദൈവവചനം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല സത്യദൈവത്തിന് സത്യദൈവമെന്നോ, അല്ലെ? നമുക്ക് ദൈവപുത്രൻ സത്യദൈവം എന്ന് ദൈവപുത്രൻ സത്യദൈവമാണെന്നും പറയുന്നില്ല, അതും തെറ്റാണ്. പിതാവിന് തുല്യൻ എന്നത് ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ദൈവപുത്രന്റെ പിതാവ് യഹോവയല്ല എന്നൊരു പുതിയ ദുരുദ്ദേശം കൂടി സഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കിടന്നുകൂടിയിട്ടുണ്ട്. അപ്പം ദൈവപുത്രൻ അങ്ങനെയും പറഞ്ഞിട്ടില്ല, യഹോവയുടെ പുത്രനാണ് യേശുക്രിസ്തു, അങ്ങനെയും പറഞ്ഞിട്ടില്ല. അതും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഫിലിപ്പിയന്റെ കൈസരിൽ വെച്ച് നിങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോ എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ് പത്രോസ് ഉത്തരം പറഞ്ഞു. ബരയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതായിരുന്നു ക്രിസ്തുവിന്റെ മറുപടി. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. അവിടെ യേശുക്രിസ്തു അല്ല പറഞ്ഞത്, അത് പറഞ്ഞത് ആരാണ്? അപ്പോസ്തലനായ പത്രോസാണ് അത് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവിടെ പറയുന്നു. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നാമത്തേത്, ദൈവപുത്രനായ ക്രിസ്തു ജീവനുള്ള ദൈവമല്ല എന്ന് നമുക്ക് വിശദീകരിക്കാനായിട്ട് പറ്റും. അവിടെ ഒരു ഭാഗം അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ വരാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജീവനുള്ള, അല്ലെ? ദൈവ സ്വർഗസ്വനായ പിതാവും ആരാണെന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജീവനുള്ള ദൈവവും സ്വർഗസ്വനായ പിതാവും ആരാണെന്ന് നോക്കണം. അതായത് യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമെന്ന് തന്നെയെന്ന് ഇരമ്യാവ് 10:10 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 19:4 യെശയ്യാവ് 37:17 കാണുന്നു. അപ്പോൾ ജീവനുള്ള ദൈവം ആരാണ്? യഹോവയാണ് എന്നാണ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. ഇവിടെ ചിന്തിക്കണം, നീ ജാതികളുടെയും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. സങ്കീർത്തനം 13:27. സ്വർഗസ്ഥനായ ദൈവവും യഹോവയാണെന്ന് ദൈവവും യഹോവയാണെന്നുള്ളത് വ്യക്തമാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, യഹോവ പുത്രനാണ് പഠിപ്പിക്കുന്നവർ അല്ലെ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സാജി യുപിയിലെ പാസ്റ്ററും വേറൊരു ട്രിനിറ്റി പാസ്റ്ററും ഇന്ന് സംസാരിക്കുന്നത് കേട്ട് യഹോവ പുത്രൻ മാത്രമാണ്, അത്യുന്നതൻ എന്ന് പറയുന്ന പിതാവ് വേറൊരാളുണ്ട് എന്നുള്ളതാണ് അവരുടെ നിരീക്ഷണത്തിൽ അവർ പറഞ്ഞത്. പക്ഷെ വളരെ തെറ്റായ ഒരു ദുരുദ്ദേശമാണ് ഇപ്പോ പലരും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ആർക്കും ശരിയായ ഒരു എന്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു അറിവും ഇവർക്കില്ല. അതുകൊണ്ട് ഇവരെന്ത് പറയുന്നു, ഇവർക്ക് ഇവരുടേതായ ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം തെറ്റിക്കഴിഞ്ഞാൽ, അതാണ് തൃത്വ സിദ്ധാന്തം അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ അറിയുന്ന സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന് ആരെങ്കിലും വിപരീതമായിട്ട് പറഞ്ഞാൽ, അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു മാനദണ്ഡമാണ്, ആ മാനദണ്ഡത്തിനെതിരായിട്ട് പറയുന്നവരെല്ലാം എന്താണ്, ദുരുപദേശകർ മാത്രമാണ് എന്നുള്ളതാണ്. അല്ലെ, യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ദൈവം ആത്മാവാകുന്നു, അവന് എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു പോയിന്റിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, മനുഷ്യനെ പോലെ അല്ല സൃഷ്ടിച്ചതെന്ന്. കാരണം ആത്മാവായ ദൈവം എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, എന്താണ് തന്മൂലം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പിതാവ് എന്താണ്? ജീവനുള്ള ദൈവവും പിതാവായ യഹോവയാണെന്ന് സബ്സ്റ്റുലോകം എന്ത് ചെയ്യുന്നു? നമുക്ക് വ്യക്തമാവുന്നു. അങ്ങനെ പത്രോസ് അവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവിടെ പറയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ക്രിസ്തു, നമ്മൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു യഹൂദന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയുമോ? എന്താണ് ഇപ്രകാരം ചോദിക്കുന്നത്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. യോഹന്നാൻ 8:53 കാണുന്നത്. ഇസ്രായേലിന്റെ ദൈവം യഹോവയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്ലെ, സങ്കീർത്തനങ്ങൾ 41:13, പുറപ്പാട് 5:1, 32-37, യോശുവ 7:13, അതായത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ പിതാവാണെന്ന് ദൈവപുത്രൻ പറഞ്ഞത്. അതായത് തന്മൂലം എന്താണ് യഹോവയായ യഹോവയാണ് ദൈവപുത്രന്റെ പിതാവെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത തെളിവ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:17 പറഞ്ഞു. ഇത് യഹൂദന്മാർ തന്റെ ശിഷ്യന്മാരോട് പറയുവാൻ ദൈവപുത്രൻ മഗ്ദലക്കാരത്തിയോട് കൽപ്പിച്ചതാണ്. അപ്പൊ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യഹൂദന്മാരുടെ പിതാവും ദൈവവും തന്റെ പിതാവും ദൈവവും ഒന്നാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. എന്നാൽ ബൈബിളിൽ എന്താണ്? നമുക്ക് പല പിതാക്കന്മാരില്ല, ഒരു പിതാവേ നമുക്കുള്ളൂ, ഒരു പിതാവേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് സകലത്തിന്റെ സൃഷ്ടാവും ദൈവവും പിതാവുമായ യഹോവ. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. യെശയ്യാവ് 64:8 നമ്മൾ വായിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. മലാഖി 2:10 വായിക്കുന്നു. ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നു. യെശയ്യാവ് 44:24 വായിക്കുന്നു. അതുപോലെ തന്നെ 63:16 വായിക്കുന്നു. യോഹന്നാൻ 8:41 വായിക്കുന്നു. 17:3 നമ്മൾ വായിക്കുന്നു. 17:1 വായിക്കുന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എഫേസ്യർ 4:6 വായിക്കുന്നു. തന്മൂലം ദൈവപുത്രന്റെ പിതാവാണ് യഹോവയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നുള്ളത്. എന്നാൽ സ്വർഗസ്നായ പിതാവ്, സ്വർഗസ്നായ എന്റെ പിതാവ് എന്നിങ്ങനെ ദൈവപുത്രൻ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:21, ലൂക്കോസിന്റെ സുവിശേഷം 11:13. പിതാവ് എന്ന പദത്തിന് ഏതർത്ഥം കൊടുത്താലും സത്യദൈവത്തിന് മീതെ ഒരു പിതാവ് ഉണ്ടാകുക സാധ്യമല്ല. തന്നെയുമല്ല, സ്വർഗസ്ഥനായ പുത്രൻ എന്ന പ്രയോഗം ബൈബിളിൽ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ബൈബിളിൽ എവിടെയും കാണുന്നില്ല. തന്മൂലം എന്താണ് ബൈബിളിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല? തന്മൂലം ദൈവപുത്രൻ സത്യദൈവം അല്ലെന്നും ദൈവപുത്രനും ദൈവപിതാവും തുല്യരല്ലെന്നും വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ രണ്ടു പേരില്ല എന്നുള്ള സത്യവും അവിടെ നമുക്ക് ബോധ്യമാകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതിനി പറയാൻ പോകുന്നത് യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇനി നമ്മള് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തില് മോശയ്ക്ക് 10 കൽപ്പനകൾ കിട്ടുമ്പോൾ ആദ്യത്തെ പറയുന്ന യഹോവ പറയുന്ന ഒരു കൽപ്പനയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന 1-ാം കൽപ്പന തുടങ്ങി ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല, എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാവുകയില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല എന്നൊക്കെയാണ് യഹോവ പറയുന്നത്, അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു രണ്ടാമത്തെ വ്യക്തിത്വത്തിലേക്കാണല്ലോ ഇത് പോകുന്നതല്ലേ. ഞാനിപ്പോ പറഞ്ഞു വരുന്നതെല്ലാം നിങ്ങൾ ചിന്തിക്കും, ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ രണ്ടാമത്തെ ഒരു വ്യക്തിത്വത്തിലേക്ക്, അല്ലെ? അപ്പൊ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്, പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അപ്പൊ മൂന്നാമത് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അപ്പൊ മറ്റൊരുത്തൻ ഇല്ലെന്നാണ് പറയുന്നത്, വേറൊരാളെ അറിയത്തു പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ജെയ്സ് ജോസഫ് ഫാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് 3 പേരാണ് നിശ്ചയമായിട്ടും ഉണ്ടെന്ന്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചതാണ്, അതിനെക്കുറിച്ച് നിശ്ചയമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തില്ല, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും എന്താണ് ഈ പുത്രത്വം, അല്ലെ? പുത്രത്വത്തിന് അതിൻ്റെതായ കാരണം, അല്ലെങ്കിൽ ഒരു പുത്രത്വം വെളിപ്പെടുകയില്ല. കാരണം പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഈ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഒരു രണ്ടാമതൊരു ദൈവം അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്, ഒന്നിനെ കുറിക്കുന്ന യഹാദ് എന്ന എബ്രായ പദത്തിന് ഹെസ് എന്ന ഗ്രീക്ക് പദത്തിന് ബഹുത്വമുണ്ടെന്ന് വ്യാജമായി പഠിപ്പിക്കുന്നവരാണ് ഈ ട്രിനിറ്റി പഠിപ്പിക്കുന്ന ആൾക്കാരെല്ലാം. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേക്കിന് എന്തുണ്ട്, ബഹുത്വമുണ്ട്. അതായത് പണ്ടല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടുപിള്ള സാർ പറഞ്ഞതുപോലെ, കാരണം ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ എന്ത് പോഷ്കാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പം ബൗദ്ധമുണ്ടെന്നും വ്യാജമായി പഠിപ്പിക്കുന്നവരും തിരിച്ചുകൊണ്ട്. എന്നാൽ മുകളിൽ പറഞ്ഞ തെളിവുകളിൽ യഹാദ് എന്ന എബ്രായ പദം ഒരു വാക്യത്തിൽ ഉപയോഗിച്ചിട്ട് തന്നെ ശ്രദ്ധേയമാകും മറ്റൊരു വാക്യം അത് കാണിക്കാനും പറ്റുകയില്ല. അതെന്താണ് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ, അതായത് ഗ്രീക്ക് ഭാഷയായ സെപ്റ്റജിന്റിലാണ് 20 പ്രാവശ്യം മോണോസ് ആണ് കാണുന്നത്, മോണോസ് എന്ന വാക്കാണ് കാണുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ അപ്പൊ പുതിയൊരു പുത്രൻ ജനിച്ചോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. പുതിയ നിയമത്തിൽ മറ്റൊരു പുത്രൻ ജനിക്കുക, അല്ലേ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മോണോസ് കൊണ്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4:10 24:36 അതുപോലെ തന്നെ ലൂക്കോസ് 4:8 5:21
അപ്പം ഇതെല്ലാം എന്താണ്? ഒറ്റ അഥവാ സിംഗിളിനെ കുറിക്കുന്ന യാഹിദീൻ, അതായത് തുല്യമായ മോണോസ്. അപ്പം മോണോസിനെയാണ് ഇതെല്ലാം കാണിച്ചു വരുന്നതെന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 3-ാം വാക്യത്തില് പറയുന്നുണ്ട്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പൊ ഒൺലി ട്രൂ ഗോഡ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. പിന്നെ ഇങ്ങനെ ഈ പുതിയ നിയമത്തിൽ ഇദ്ദേഹം പറയുന്ന പോലെ 3 വ്യക്തികൾ എങ്ങനെ വരും? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നമ്മൾ വായിക്കുമ്പോൾ സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ളൂ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എന്താണ്? നമുക്കൊരു കർത്താവ് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. യേശു കർത്താവിനെ വെറും കർത്താവായിട്ട് മാത്രം കാണുന്നവരുണ്ട്, അല്ലെ? പിതാവായ ദൈവമായിട്ട് കാണുന്നവരില്ല, വളരെ കുറവാണത്. അത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിന് വേറൊരു കാര്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:36 പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. അപ്പം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ട കഷ്ടം, അതായത് മഹാപീഡനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവിന് മാത്രമല്ലാതെ പുത്രനും കൂടി അറിയുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? ഈ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ പുത്രനിൽ കാണിക്കുന്നത് മുഴുവൻ എന്നാണ് ഇവർ ചിന്തിച്ചത്. എന്റെ പിതാവ് മാത്രമല്ലാതെ ഒരുത്തനും അറിയുന്നില്ല, സ്വർഗത്തിലുള്ള ദൈവദൂതന്മാരറിയുന്നില്ല എന്നാണ് ഈ വേദഭാഗത്ത് പിതാവ് മാത്രം എന്നത് പറഞ്ഞത്. അപ്പൊ ഇവര് തുല്യരാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? ചിന്തിക്കണം, അതൊരു പോയിന്റാണ്. കാരണം ഇവർ തുല്യരാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ. കാരണം എന്തുകൊണ്ട്? ഇദ്ദേഹം പറയുന്നത് വ്യക്തമാണെങ്കിൽ ഇദ്ദേഹം പറയുന്നു പുത്രനും ദൈവത്വം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ ദൈവത്വത്തിൽ കാണത്തില്ലേ? രണ്ടാമത്തെ ആളാണെങ്കിൽ, രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ ആ ഒരു ദൈവിക വെളിപ്പാടിൽ കാണത്തില്ലേ? എന്തുകൊണ്ട് കാണുന്നില്ല? അതാണ് ചിന്തിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇനി പിതാവ് ചെയ്യുന്നത് കാണാതെ, ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. യോഹന്നാൻ 5:19 പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 5:19, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, പിതാവ് എനിക്ക് ഉപദേശിച്ചു തരുന്ന പോലെ ഇത് ഞാൻ സംസാരിക്കുന്നു. 8:28 പറയുന്നു, പിതാവ് ഇന്നതുപോലെ സംസാരിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പം തുല്യ വ്യക്തികളാണെങ്കിൽ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? സമതുല്യരായ 3 പേരാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? പിതാവ് അറിഞ്ഞിട്ട് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പുത്രനായിട്ട് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം എല്ലാം പിതാവ്, അല്ലെ, സമതുല്യരായി. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു യുപിയിലെ നമ്മുടെ സാജിബറിനോട് തൃത്വ പറഞ്ഞ പോലെ എല്ലാം പിതാവിന് വേണ്ടി പുത്രൻ ഇങ്ങനെ കേണു കൊടുക്കുന്ന ഒരു പുത്രനാണ്. അപ്പൊ സമതുല്യരായവർ എങ്ങനെയാണ് ഈ കേണു കൊടുക്കുന്നത്? അതും ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്, അല്ലെ? അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? കാരണം ദൈവപുത്രൻ സൃഷ്ടാവായ ദൈവമാണെന്ന് അനേകർ വിശ്വസിക്കുന്നത്. കാരണം അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ അവൻ സൃഷ്ടാവ് തന്നെയല്ലേ? അവിടെയും നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം, അവൻ സൃഷ്ടാവാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ സൃഷ്ടാവ് ഒന്നിലധികം പേർ, അതായത് 3 പേരാണെങ്കിൽ ബഹുവചനം എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ ശ്രദ്ധിക്കണം, സൃഷ്ടാവ് ഒരുത്തൻ മാത്രമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 9:6 യെശയ്യാവിന്റെ 44:24 സൃഷ്ടിച്ച അവൻ എന്ന പ്രഥമ പുരുഷൻ സർവനാമമാണ് ക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഉത്തമ പുരുഷനായ ക്രിസ്തു മധ്യപുരുഷനായ യഹൂദന്മാരുടെ ഏകദൈവമായ യഹോവയെ പ്രഥമ പുരുഷനിൽ അഥവാ മൂന്നാമനായും ഏകവചനത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് തനിക്ക് സൃഷ്ടിയിൽ യാതൊരു പങ്കുമില്ല എന്ന് അസുന്നതനായി വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം 3 വരുമെങ്കിലോ താൻ ദൈവമാണെങ്കിലോ സൃഷ്ടിയിൽ തനിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് സൃഷ്ടിച്ചവൻ അവനെ എന്ന് പറയാതെ സൃഷ്ടിച്ചത് ഞങ്ങൾ എന്ന് പറയുമായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
സൃഷ്ടിച്ചവൻ എന്ന് പ്രത്യേകം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിനുമായിരുന്നു. യേശുക്രിസ്തു ഞങ്ങൾ സൃഷ്ടിച്ചു എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലാത്തിടത്തോളം കാലം യേശുക്രിസ്തു രണ്ടാമത്തെ വ്യക്തിത്വം എന്നുള്ള കാര്യം അവിടെ പൊളിയുന്നു എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്നുള്ള കാര്യം. അതായത് മധ്യപുരുഷനായതിന്റെ യഹൂദ ഏകദൈവമായ യഹോവ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചേർത്തവരെ സൃഷ്ടികൾ രണ്ടുപേരെ ചേർത്തു. ആദിയില് സൃഷ്ടാവ് അവരെ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോ വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് അല്ലേ. ഞാൻ ആ വാക്യം വേണമെങ്കിൽ ഒന്നുകൂടി അല്ലെ, മത്തായി 19:4 വാക്യം പറയുന്നത്. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആരാണ് സൃഷ്ടിച്ചത്? പിതാവായ ദൈവമാണ് സൃഷ്ടിച്ചത്. 3 പേർ കൂടിയായിരുന്നെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞനമായിരുന്നു. ഞാനും എൻ്റെ പിതാവും പരിശുദ്ധാത്മാവും കൂടെ ആയിരുന്നു സൃഷ്ടിച്ചത് എന്ന് അവിടെ പറഞ്ഞനമായിരുന്നു. അത് പറയുന്നില്ല. അപ്പം അവിടെ ഒന്നും എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ തെറ്റുകൾ ഈ തൃത്വത്തിനകത്ത്, ഈ ട്രിനിറ്റിക്കകത്ത് പറയുന്നതിൽ വളരെയധികം, ദൈവവചനത്തിൽ നിന്ന് വളരെയധികം തെറ്റുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ തൃത്വം എന്ന് പറയുന്ന ഈ സംഗതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. നമ്മൾ ഇനിയും ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവ ഉണ്ടെന്ന് വരികയിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആരേ ഉള്ളൂ? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ എന്താണ്? യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അതൊരു മറ്റൊരു വ്യക്തിയായിട്ട് അവിടെ പറയുന്നില്ല. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവമോ ദൈവ വ്യക്തിയോ സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ടാകാൻ എന്തില്ല, ഒരു സാധ്യതയും അവിടെ പറയുന്നില്ല. ഏക കർത്താവ് എന്ന് പറയുന്നു. യേശുക്രിസ്തു എന്താണ്, യേശുക്രിസ്തു എങ്ങനെ ദൈവമാകുന്നു എന്ന് അത് കണ്ടെത്തേണ്ട ഒരു പോയിന്റാണ്. അത് ഇതുവരെയും ട്രിനിറ്റിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ പിതാവായ ഏക ദൈവവും യേശുക്രിസ്തു എന്നൊരു മറ്റൊരു ദൈവവും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പൊ അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 3 പേരാണ്, സമതുല്യരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഒരു ദൈവം തന്നെയല്ലയോ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മലാഖിയുടെ പുസ്തകം 2:10 പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ് എന്ന് ഞാൻ ഈ നേരത്തില് ഞാനിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവപുത്രൻ ദൈവമോ മനുഷ്യനെന്ന ഇരുപ്രകൃതിയുള്ളവനോ അല്ല. വിശുദ്ധ പ്രജ അഥവാ പാപം അറിയാത്ത പരിശുദ്ധ മനുഷ്യനാണ് ഈ പറയുന്ന എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. പാപമറിയാത്ത കുഞ്ഞാടെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് 4 കാലും ഒക്കെയുള്ള ആ ആടിനെയാണ് എല്ലാവരും ചിന്തിച്ചു വെച്ചേക്കുന്നത്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം ചുമക്കുന്ന കുഞ്ഞാട് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപം ചുമന്ന് ഒഴുക്കുവാൻ വന്ന വിശുദ്ധ പ്രജയെ അത് കുറിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പോ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടുന്ന ദൈവഭക്തിയുടെ മർമ്മം അഥവാ ക്രിസ്തു എന്ന ദൈവീക മർമ്മം. അപ്പൊ ശ്രദ്ധിക്കണം, അത് ദൈവീക മർമ്മം എന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, വേറൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. ജീവനുള്ള ദൈവത്തിന്റെ എന്താണ് ദൈവീക മർമ്മം. അതെങ്ങനെയാണ്? ജീവനുള്ള ദൈവത്തിന്റെ ജഡത്തിലുള്ള എന്താണ് വെളിപ്പെടൽ. അതായത് 1 തിമോത്തി 3:16 നമ്മളത് വായിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തു ദൈവമാകുന്നത്. ഈ പോയിന്റ് തൃത്വത്തിന് അറിയത്തില്ല, ത്രിയേകക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് 3 ദൈവങ്ങളും 3 വ്യക്തികളും ഉണ്ട് എന്നുള്ള കാര്യം ഇനി നമുക്ക് വരും ദിവസങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗം എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ സംസാരിക്കുന്നതാണ്. എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.